തരൂരിന്റെ വിജയത്തിൽ ചേട്ടൻ എന്താ പറയുള്ളത്? തരൂരിൻ്റെ വിജയത്തിൽ പറയാന്ന് കഴിഞ്ഞാൽ UDFിൻ്റെ മണ്ഡലമാണ്. അത് അവർ പിടിച്ചെടുത്തു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെക്കാട്ടി വോട്ട് കുറവാണ് അല്ലേ? ഇപ്പോൾ വോട്ട് കുറവാണ്. വോട്ട് എവിടെ പോയെന്നുള്ളത് അറിയില്ല. ബാക്കിയുള്ള വോട്ട് ഈ BJP-കാരെടുത്താ? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഇപ്പൊ കിട്ടിയിട്ടില്ല എന്നല്ലേ പറയണത്? മാങ്കൂട്ടത്തിന് കിട്ടിയ വോട്ട് പിഷാരണി കിട്ടിയിട്ടില്ല. പിഷാരടി വിജയിച്ചാൽ ചേട്ടൻ ഹാപ്പിയാണോ? പാലക്കാട്ടുകാരെന്നാല് പാലക്കാട്ടുകാരനാണ് പിഷാരണി. ഹാപ്പിയാണ്. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ജയിച്ചതുകൊണ്ട് ഹാപ്പിയാണ്. ഇപ്പൊ ഈ നേരത്തെ ഇവരോടൊക്കെ ചോദിച്ചാൽ തന്നെ എന്താണ് ഈ എന്തുകൊണ്ടായിരിക്കും ഈ ദാരുണമായ പരാജയം LDFന് ഏറ്റുവാങ്ങേണ്ടി വന്നത്? ചേട്ടന്റെ എന്താണ്? LDFിന്റെ മണ്ഡലം അല്ലല്ലോ. LDF കഴിഞ്ഞ ഇവിടല്ല ഞാൻ പറഞ്ഞ കേരളത്തില് പിണറായി ഗവൺമെന്റ് താഴെ വീഴാൻ 10 വർഷക്കാലം വരെ പിണറായി സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ 1 മാസത്തെ മുമ്പ് തന്നെയാണ് ഇറക്കി കൊടുക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങേണ്ടി പറഞ്ഞാൽ 5 കൊല്ലം ഈ സഖാ പറഞ്ഞമാര് 5 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഭരിച്ചതാണ്. അപ്പോൾ 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചത് ഈ LDF സർക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 കൊല്ലം അവരും ഭരിക്കട്ടെ. ഈ പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവരും ചെയ്താൽ മതിയായിരുന്നു. ഭരണം മോശമായതുകൊണ്ടല്ല. ഭരണം മോശം എന്ന് ആരും പറയില്ലല്ലോ. അത് ഒരാളും പറയില്ലല്ലോ. പലവിടെയും പല ഡീലിങ് നടന്നിട്ടുണ്ട്. BJP UDF ആയിട്ട് പല ഭാഗങ്ങളിലും ഡീൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണോ കേരളത്തിൽ പരാജയപ്പെടാനുള്ള? പിന്നെ ഇവർ പല ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് വരുമോ പറഞ്ഞിട്ട് പരാജയപ്പെടുത്താൻ വേണ്ടി പല തന്ത്രങ്ങളും ഉപയോഗിച്ചു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഫേസ്ബുക്കിലൊക്കെ ലീഗിൻ്റെയും UDFിൻ്റെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ BJPൻ്റെ കൊടിയും അതിൻ്റെ ഒപ്പമുണ്ട്. അവരൊപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. BJPൻ്റെ കൊടി ബൈക്കിൽ ചെയ്തിട്ട് 3 പേര്, ഒരു BJP, ഒരു മുസ്ലിം ലീഗ്, ഒരു UDF, കോൺഗ്രസിൻ്റെ 3 കൊടിയും പിടിച്ചിട്ടാണ് ഒരാൾ ബൈക്കിൽ നിന്നിട്ടാണ് അവിടെ പ്രകടനം നടത്തുന്നത്. അല്ല ഇപ്പോൾ എന്താണ് ശൈല ടീച്ചറെ ഒന്നും തോൽക്കുന്ന ആരും വിചാരിച്ചില്ല. ശിവൻകുട്ടി തോൽക്കുന്നൊന്നും ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരൊക്കെ തോൽക്കാനുള്ള കാരണം എന്തായിരുന്നു? കാരണം അതല്ല ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചാണല്ലോ. അത് പല ഡീലുകളും നടന്നിട്ടുണ്ട് പല ഭാഗങ്ങളിലായിട്ട്. ഇപ്പോൾ തന്നെ ഈ പ്രതിഷേധത്തിൽ തന്നെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. പാർട്ടി ഓഫീസ് ഏരിയയിലും ഇപ്പോൾ അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ പല ഡീലുകളുണ്ടാവും. അതുകൊണ്ടാണത് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന 5 വർഷം എങ്ങനെ ഉണ്ടാവും ചേട്ടൻ്റെ കാഴ്ചപ്പാട്? അവർ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ നടക്കുമോ? പിണറായി സർക്കാർ ചെയ്തതിനെക്കാട്ടും ഡബിളായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ വിജയിക്കും. അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടക്കും വിചാരിക്കുന്നുണ്ടോ? അത് വിചാരിക്കുന്ന നമ്മുടെ ആഗ്രഹം. അത് ചെയ്യണമല്ലോ. ഇവർ പ്രകടന പത്രിക വെച്ച റിപ്പോർട്ടുകൾ കാര്യങ്ങൾ കംപ്ലീറ്റും ജനങ്ങൾക്ക് കൊടുക്കണമല്ലോ. പ്രകടന പത്രികയിൽ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ കോളേജ് കുട്ടികൾക്ക് റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. KSRTCയിൽ സൗജന്യ യാത്ര എന്ന് ആദ്യം പറഞ്ഞു പെണ്ണുങ്ങൾക്ക്. ഇപ്പോൾ അവർ 50 വയസ്സ് മാറ്റുന്നുള്ളൊരു ഐഡിയ ഉണ്ട് തോന്നുന്നുണ്ട്. 50 വയസ്സ് അവർ കാണുമെന്നാണ് കേട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ അത് എന്തൊക്കെ അവർ പറഞ്ഞതിൽ മാറ്റം വരുത്തും എന്നുള്ളത് അത് അവരെ കൊണ്ട് തന്നെ ചോദിക്കണം. അത്രേ ഉള്ളൂ. ആരായിരിക്കും പ്രതിപക്ഷ നേതാവായിട്ട്? പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ 2 ആളിനെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി എങ്ങനെ തീരുമാനിക്കുന്നത്? സുരാജിനെയാണ് ഇപ്പോൾ സന്നദ്ധനായ ഒരു നേതാവാണ്. സുരാജ് CPMൻ്റെ സന്നദ്ധനായ ഒരു നേതാവാണ്. പുള്ളിക്കാരനെ തന്നെ ചിലപ്പം ഒരു 100% ചിലപ്പോൾ വിടും. പ്രതിപക്ഷ നേതാവായിട്ട് പുള്ളി വരും. ഇനി എന്താണ് ഈ LDF പ്രതിപക്ഷത്ത് വരുമ്പോൾ സമരം പഴയ പോലെ ഹർത്താലുകളൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവരും ചെയ്തിട്ടുണ്ടല്ലോ, UDFകാരും ചെയ്തിട്ടുണ്ടല്ലോ. LDF ഭരിക്കുമ്പോൾ അവരും ചെയ്തിട്ടുണ്ടല്ലോ. പല മന്ത്രിമാരുടെ കാര്യം കൂടി കാണിക്കലും പിടിക്കലും ഓരോ പ്രശ്നം. അതേമാതിരിയൊക്കെ ചിലപ്പോൾ തിരിച്ചൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിൽ ഭയങ്കര ഹർത്താൽ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വർഗീയത കലാപം ഉണ്ടായിട്ടില്ല. അപ്പം ഇനി തുടരുന്നാണോ? അത് പറയാൻ പറ്റില്ല. അതിനിപ്പോൾ ഇവരുടെ ഭരണ കാഴ്ചമാരെ ഉണ്ടാവും. മുഖ്യമന്ത്രി ആരായിരിക്കും എവിടെ? അത് പറയാൻ പറ്റില്ല. അവർ തമ്മിൽ തന്നെ ഊക്കം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാകണം ഏതാകണം അതൊന്നും തീരുമാനമില്ല. ആരായാലും ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു മുഖ്യമന്ത്രി വരട്ടെ. അതാണ് നമ്മളായി പറയാനുള്ളത്.